ഗാന്ധി 1915 ഇന്ത്യയിൽ വരുന്ന സമയത്ത്, തിരിച്ചെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് 45 വയസ്സ് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതിക്ക് മുകളിൽ നല്ല ഏതാണ്ട് 60% പിന്നിട്ട് കഴിഞ്ഞിട്ടാണ് ഗാന്ധി ഇന്ത്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. പങ്കജ് മിശ്ര അതേക്കുറിച്ച് എഴുതിയൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ആ 45 വയസ്സിനിടയിൽ എപ്പോഴെങ്കിലും ഗാന്ധി ഇന്ത്യയിലെ ദരിദ്രനായ ഒരു ഗ്രാമീണനെയോ ഒരു കർഷകനെയോ നേർക്ക് നേരെ കണ്ടിരുന്നു പോലുമില്ല എന്ന് ഗാന്ധിയെക്കുറിച്ച് പങ്കജ് മിശ്ര ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. ഗുരു അങ്ങനെ ഒരാളല്ല. ഗുരു ഇവിടെ ജനിച്ച് ഇവിടെ തന്നെ ജീവിച്ച് അല്പകാലത്തെ സിലോൺ യാത്ര മാറ്റിവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഇവിടെയായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും നമ്മൾ ഇന്ന് ഓർക്കുന്ന സമയത്ത് ഒരേ പ്രവൃത്തി ചെയ്തവർന്നോ ഒരേ ഫലമുളവാക്കിയവർന്നോ എന്ന നിലയിലല്ല, പക്ഷേ ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന വീക്ഷണത്തിൻ്റെ ആകമാനമുള്ള വ്യാപ്തിയിൽ ഒരാധുനിക സമൂഹത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ ചില വലിയ ഊന്നലുകളുണ്ട് എന്നതാണ് ഇന്ന് നമ്മെ സംബന്ധിച്ച് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതെന്ത് എന്നതിനെക്കുറിച്ച് എൻ്റെ ചില ആശയങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ മുഖ്യമായിട്ടും ഈ സംഭാഷണത്തിൽ ശ്രമിക്കുന്നത്. നമ്മുടെ ഒരു സമയക്രമീകരണത്തിനുള്ളിൽ വച്ച് വളരെ പ്രാഥമികമായ നിലയിൽ ഈ ആശയങ്ങൾ പറയാം എന്നേ കരുതുന്നുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള വിപുലമായ ഒരു ചർച്ചയ്ക്ക് വാസ്തവത്തിൽ നമ്മുടെ സമയക്രമീകരണത്തിൽ പരിമിതികളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്താണ് ഗാന്ധി ഇന്ത്യയിൽ ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, 1869 ജനിച്ച് 20 വയസ്സ് തികയും മുമ്പ് ഗാന്ധി ലണ്ടനിലേക്ക് പോയി. ബാരിസ്റ്റർ പരീക്ഷയെല്ലാം പാസ്സായി 1891 അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹം 2 വർഷക്കാലത്തോളം ഗുജറാത്തിലും സൂറത്തിലും ബോംബെയിലും വക്കീലായി പ്രാക്ടീസ് ചെയ്തു. അതിലദ്ദേഹം വിജയിച്ചൊന്നുമില്ല. അദ്ദേഹം ഒരു ഇന്ത്യയിൽ വിജയിച്ച അഭിഭാഷകനല്ലായിരുന്നു. പിന്നീട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയും ഏതാണ്ട് 22 വർഷത്തോളം കഴിഞ്ഞ് 1915 ജനുവരി 9 അദ്ദേഹം മടങ്ങി വരികയും ചെയ്യുന്നു. അതിനിടയിൽ ഗാന്ധി ഒരുപാട് മാറി. ഗാന്ധി ഒരു ഇംഗ്ലീഷ് ജെൻറ്റിൽമാൻ ആയിത്തീരാനുള്ള പരിശീലനങ്ങളൊക്കെ ഇംഗ്ലണ്ടിൽ വെച്ച് നേടിയ ഒരാളാണ്. അദ്ദേഹം സായാഹ്ന സവാരിക്ക് പ്രത്യേകം കോട്ട് തയ്പ്പിച്ച ഒരാളാണ്. പാശ്ചാത്യ മാതൃകകൾ പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം പാശ്ചാത്യ രീതിയിൽ വയലിൻ വായിക്കാൻ പരിശീലിച്ചിരുന്നു. അദ്ദേഹം പാശ്ചാത്യ നൃത്തം പഠിച്ച ഒരാളാണ്. ഒരുപക്ഷെ ഗാന്ധിയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും അകലമുള്ളൊരു കാര്യമാണ് ഗാന്ധിക്ക് വെസ്റ്റേൺ ഡാൻസ് അറിയാമായിരുന്നു എന്നത്. അദ്ദേഹത്തിന് അതറിയാമായിരുന്നു. അതെല്ലാം പരിശീലിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നത്, ദക്ഷിണാഫ്രിക്കയിൽ ചെല്ലുന്നത്. പക്ഷേ അദ്ദേഹം തീവണ്ടിയിൽ നിന്ന് പുറത്ത് എടുത്തെറിയപ്പെട്ടതോടെ ഗാന്ധി എടുക്കുന്ന നിർണായകമായൊരു തീരുമാനം ഈ എടുത്തെറിയപ്പെട്ടതിന് വഴങ്ങുകയല്ല, ഇതിനെ മാറ്റുകയാണ് വേണ്ടത് എന്ന ആ തീരുമാനമാണ് ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിപരമായ തീരുമാനമായിട്ട് മാറിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കയിലെ ജീവിതവും അവിടെ നടത്തിയ സമരങ്ങളും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തി. പാശ്ചാത്യമായ വേഷവിധാനങ്ങളൊക്കെ അദ്ദേഹം ഉപേക്ഷിക്കുകയും അദ്ദേഹം ഇന്ത്യൻ വസ്ത്രത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. 1921 മധുരയിൽ വെച്ചാണ്, രാംജി കൃഷ്ണജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വസതിയിൽ വെച്ചാണ് ആ വസ്ത്രവും അദ്ദേഹം ഉപേക്ഷിച്ച് ഒറ്റമുണ്ടിലേക്ക് അദ്ദേഹം മാറുന്നത്.